ക്ലൗഡ് കിച്ചൺ മെട്രോ സിറ്റീസിലൊക്കെ ഒരു ട്രെൻഡ് പോലെ വന്ന് അത് സാച്ചുറേറ്റ് ചെയ്തിട്ട് പലരും തുടങ്ങി, പിന്നെ പലരും അത് നിർത്തി. ഇപ്പോൾ ഒരു സിംഗിൾ ക്ലൗഡ് കിച്ചണായിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. ഒന്ന് ഈ റെസ്റ്റോറൻറ്റ്സിലെ മാർജിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡിൽ കിട്ടുന്ന മാർജിൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുവാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്. നമസ്കാരം. ഫുഡ് ഇൻസൈറ്റ് വിത്ത് അജാസ് എന്ന നമ്മുടെ പോഡ്കാസ്റ്റ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിനുള്ള എല്ലാ ഉത്തരങ്ങളുമായി അജാസ നമ്മോടൊപ്പം ഉണ്ട്. സാർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. അപ്പോൾ സാർ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ക്ലൗഡ് കിച്ചനെ കുറിച്ച് ഒന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്ലൗഡ് കിച്ചൺ എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിന് തോന്നുന്നുണ്ടോ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ട്രെൻഡാണെന്ന് തോന്നുന്നുണ്ടോ? ക്ലൗഡ് കിച്ചൺ മെട്രോ സിറ്റീസിലൊക്കെ ഒരു ട്രെൻഡ് പോലെ വന്ന് അത് സാച്ചുറേറ്റ് ചെയ്തിട്ട് പലരും തുടങ്ങി, പിന്നെ പലരും അത് നിർത്തി. അതൊരു വേറൊരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നോർമലി ക്ലൗഡ് കിച്ചൺ ആർക്കാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഒരു സിംഗിൾ ക്ലൗഡ് കിച്ചണായിട്ട് തുടങ്ങിയിട്ട് കാര്യമില്ല. ഒരു സെൻട്രൽ കിച്ചണും ഒരു നമ്പർ ഓഫ് ഒരു ക്ലൗഡ് കിച്ചൺസ് പല ലൊക്കേഷനിലായിട്ട് തുടങ്ങിയാലേ കാര്യമുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോർമൽ റെസ്റ്റോറൻറ്റിൽ ആ റെസ്റ്റോറൻറ്റിന് നേരെ കസ്റ്റമേഴ്സിന് വിസിബിലിറ്റി കാണും. അവിടെ നേരെ വരുന്നു, കഴിക്കുന്നു, അവിടെ നേരെ ബിസിനസ് കൺവേർട്ട് ചെയ്യുക. ക്ലൗഡ് കിച്ചൺസ് നോർമലി അവരുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി അത്ര പ്രീമിയം അല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും റെൻറ്റ് കുറയ്ക്കാൻ വേണ്ടി. അവിടെ വിസിബിലിറ്റി കുറവായിരിക്കും. ആ കേസിൽ അവിടെ വന്ന് കഴിക്കുന്ന സിറ്റുവേഷൻസും അവിടെ കാണത്തില്ല. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരിക്കും മാക്സിമം റിലേ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എങ്ങനെയാണ്, അവരുടെ കമ്മീഷൻ എങ്ങനെയാണ്. അപ്പം ഇവരുടെ കമ്മീഷൻ വരുമ്പോഴത്തേക്ക് ഇതിലെ റേറ്റ് കൂടുമ്പോൾ ഇവർക്കൊരു മിനിമം സെയിൽസ് വോളിയം വരത്തില്ല. കൂടാതെ ഒരേ സോണിൽ കണ്ടമാനം റെസ്റ്റോറൻറ്റ്സ് ലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാവുന്ന ബിസിനസ് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നതിൽ വലിയ ബെനിഫിറ്റ് വരുന്നില്ല. അപ്പം എൻ്റെ സജഷൻ, ആരെങ്കിലും ക്ലൗഡ് കിച്ചൺ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രൽ കിച്ചണും കൂടെ ഒരു 5-6 ക്ലൗഡ് കിച്ചണും ഒരുമിച്ച് തുടങ്ങുക. എന്നിട്ട് ആ ക്ലൗഡ് കിച്ചന് വേണ്ടിയുള്ള മാർക്കറ്റിങ്, ഓൺ ഡെലിവറി, പിന്നെ ഓൺലൈൻ ഡെലിവറിയും കൂടെ ചെയ്യണം. അത് ഓൺലൈൻ ഡെലിവറി ചെയ്തത് അതിലെ ബിസിനസ്സിനല്ല, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ്, പ്ലാറ്റ്ഫോമിൽ വന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഓൺ ഡെലിവറി, അഡ്വർടൈസ്മെൻറ്റ്സ്, ഇങ്ങനെ. അപ്പം ഈ അതൊരു മോഡലാക്കി കഴിഞ്ഞാൽ അവർക്കത് റെപ്ലിക്കേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ആ രീതി നോക്കുമ്പോൾ ക്ലൗഡ് കിച്ചൺ നല്ലതാണ്. പക്ഷേ സിംഗിൾ ഔട്ട്ലെറ്റ്സ് ആയിട്ട് തുടങ്ങുന്നത് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ആളുകൾ ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. കാരണം ഫുഡാണ് സൂക്ഷിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കണം. അപ്പോൾ അത്രയും ഹൈ പ്രഷറിൽ വർക്ക് ചെയ്യുന്നിടത്തൊരു ഹെൽത്തി വർക്ക് കൾച്ചർ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ്? ഏത് വർക്ക്, റെസ്റ്റോറൻ്റ് എന്നല്ല, ഏത് വർക്ക് കൾച്ചർ എടുത്തു കഴിഞ്ഞാലും ത്രൂ ഔട്ട് ടൈം നമുക്ക് റിക്വയർമെൻറ്റ് കൂടുതലുള്ള ടൈമും കുറവുള്ള ടൈമും ഒക്കെ ഉണ്ട്. ആ സമയത്ത് നോർമലി മനുഷ്യന് ഒരു പ്രഷറിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഈ ടീമിലോട്ട് വരുന്ന ആളുകൾ ഇതിഷ്ടപ്പെട്ട് വരുന്നവരാണെങ്കിൽ അവർക്ക് ഈ പ്രഷറൊന്നും അങ്ങനെ പ്രഷറായിട്ട് തോന്നത്തില്ല. അവരത് എൻജോയ് ചെയ്ത് ചെയ്യും. അവർക്ക് അതിനുള്ള സ്കില്ല് കാണും. ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് അതവർ സോൾവ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഐ ആം വെരി സ്കിൽഡ് എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അത് ഇപ്പം നമ്മൾ ചില കിച്ചൺസിലൊക്കെ ഞാൻ നോക്കുമ്പോൾ നല്ല തിരക്ക് വരുമ്പോൾ അവന്മാർ ചിരിക്കും. ഇപ്പോഴൊരു ബോറിങ് മാറി, ഇപ്പോഴൊരു രസം എന്നുള്ള രീതി. അങ്ങനെയാണ് ചിലരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പം ആറ്റിറ്റ്യൂഡിൻ്റെ ഒരിതുണ്ട്. ഇവർ ചെറുപ്പം മുതലേ ഇപ്പം ഈ മേഖലയിൽ ചെറിയ പ്രായത്തിൽ ഒരു 18 വയസ്സ് 19 വയസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ വരുന്നവർ ആദ്യത്തെ സ്റ്റേജുകളിൽ നല്ല ഇൻറ്റൻസായിട്ട് ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ചെയ്ത്, പിന്നീട് ഈ ഇൻറ്റൻസ് ആയിട്ടുള്ളത് അവർക്ക് ഒരു പാടുള്ള സംഭവമല്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടൊരു ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക്
അത് ഒരു പാടാണ്. പിന്നെ കുറേ നാൾ ട്രൈ ചെയ്തപ്പോൾ അത് ഭയങ്കര അനായാസമായിട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ ഇത് വലിയ പ്രഷറാണ്, ഇത് തീരെ മുന്നിൽ വർക്ക് ചെയ്യുന്നത്, ഇത് അങ്ങനെയൊക്കെ അതൊക്കെയാണ്. പക്ഷേ അതൊക്കെ അവർ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ് അതൊക്കെ അതിലൊരു നോർമാലിറ്റി അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അതിനൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ നമുക്കതൊരു വലിയൊരു പ്രഷറായിട്ട് അവർക്ക് വരത്തില്ല. പിന്നെ ഇത് നിങ്ങൾ പ്രഷർ എന്ന് പറയാനൊരു റീസൺ കൂടെ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുന്ന ലഞ്ച് ടൈം ആ വിൻഡോയും ഡിന്നറിൻ്റെ വിൻഡോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് വിൻഡോ ആണ്. 2 hours 2.5 hours. ആ സമയത്തിനുള്ളിൽ മാക്സിമം കസ്റ്റമേഴ്സിനെ നമ്മൾ കൺവെർട്ട് ചെയ്ത് സെർവ് ചെയ്ത് അവിടെ ഹാപ്പി ആയിട്ട് വിടുക എന്നുള്ളതാണ്. സാർ, അതുപോലെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഒട്ടുമിക്ക പേരെന്നൊക്കെ പറഞ്ഞത് കൂടി പോകുന്നെങ്കിൽ അറിഞ്ഞുകൂടാ, എന്നാലും കുറേ പേർക്കൊക്കെ ഇഷ്ടം റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ കഫേക്ക് തുടങ്ങാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്ത് കണ്ട റെസ്റ്റോറൻറ്റ് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ അവിടെ കാണുന്നില്ല. അത്ര വേഗമാണ് ഇതൊക്കെ പൂട്ടിപ്പോകുന്നത് അല്ലെങ്കിൽ നിർത്തിപ്പോകുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്ന്, ഈ റെസ്റ്റോറൻറ്റ്സിലെ മാർജിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും പലരും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിന് ഇത്ര കോസ്റ്റാണ്, അതിൽ നിന്ന് ഇത്ര രൂപ കൂട്ടി വിറ്റാൽ ലാഭം കിട്ടും, അങ്ങനത്തെ ഒരു റോങ് ആയിട്ടുള്ള അസംഷൻ കൊണ്ട് എൻ്റർ ചെയ്യുന്നതാണ്. ഇതിൽ വാടക, വേസ്റ്റ് മാനേജ്മെൻറ്റ്, സാലറി, ഇങ്ങനെയുള്ള കുറേ ഫിക്സഡ് ആയിട്ടുള്ള കുറേ കോസ്റ്റുകളുണ്ട്. അത് എല്ലാ മാസവും റെസ്റ്റോറൻറ്റിൽ സെയിൽ വന്നാലും ഇല്ലെങ്കിലും ആ കോസ്റ്റ് വരും. ഈ കോസ്റ്റൊക്കെ മിക്കവരും കൺസിഡർ ചെയ്യാൻ ആദ്യമേ പറ്റാതെ പോവും. കാരണം അത് അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അത് ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പം അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ ഒരു പൊറോട്ടയ്ക്ക് ഒരു 10 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ, ഞാൻ ജസ്റ്റ് എക്സാമ്പിളിനങ്ങ് പറയാം, ഇവർ നേരെ 10 രൂപ എന്ന് പറഞ്ഞ് ഇടും. അവർ ചിലപ്പോൾ അവരുടെ സ്വന്തം ബിൽഡിങ്ങിലായിരിക്കും ചെയ്യുന്നത്, ഇവർ വാടകയ്ക്കായിരിക്കും, അവർ AC ഇല്ലാതായിരിക്കും കൊടുക്കുന്നത്, ഇവിടെ AC കാണും. അപ്പം ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർ സെയിം പ്രോഡക്റ്റാണ് സെർവ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ കോസ്റ്റ് വളരെ വ്യത്യാസമായിരിക്കും. ഈ കോസ്റ്റ് നിർണ്ണയിക്കുന്നത് തെറ്റുമ്പോൾ തന്നെ ഇവർക്ക് ലാഭമില്ലാതെ വരും. ലാഭമില്ലാതെ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പം ഇവർ പിന്നീട് റേറ്റ് കൂട്ടുമ്പം ചില ടൈമിൽ ഇത് ബാക്ക് ഫയർ ചെയ്യും. അവർക്ക് ഇച്ചിരി കച്ചവടം കിട്ടിയപ്പോൾ അവർ റേറ്റ് കൂട്ടി. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ ഒരു മെൻ്റൽ ഒരു ഫാക്ടറുണ്ട്. അതായത് കണ്ടമാനം എഫേർട്ട് ഇടേണ്ട ഒരു മേഖലയാണ് റെസ്റ്റോറൻറ്റ്. ഈ കണ്ടമാനം എഫേർട്ട് ഇട്ട് ഈ ആദ്യത്തെ എനർജി ഒന്നും പിന്നീട് കാണത്തില്ല. ഇത് കുറഞ്ഞ് അതില്ലാതാവുമ്പോൾ നിർത്താം, എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാൻ വയ്യ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തും. അങ്ങനെ മെൻ്റലായിട്ടുള്ള ഫാക്ടറും ഫിനാൻഷ്യൽ ഫാക്ടേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ സാറിന് ചോദിച്ചതിന് റിലേറ്റ് ആയിട്ട് ചോദിക്കുകയാണ് ഈ ഡിസ്കൗണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുള്ള എല്ലാത്തിനും ഇപ്പോൾ ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഫുഡിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് സാറിന് എന്താ ഒരു അഭിപ്രായം? ഓരോ 5 വർഷം മുന്നോട്ട് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഒരു 15 വർഷം മുമ്പ് എന്ത് മാർജിൻ കിട്ടുമായിരുന്നു ഫുഡിൽ, ഒരു 30 വർഷം മുമ്പ് എന്ത് മാർജിൻ കിട്ടുമായിരുന്നു, അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫുഡിൽ കിട്ടുന്ന മാർജിൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുവാണ്. അത് കമ്മോഡിറ്റി പ്രൈസസ് കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് മെനുവിൽ പ്രൈസ് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അത് മാർജിനിലാണ് സാക്രിഫൈസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതിനോട് യോജിപ്പിച്ച് ചോദിക്കുകയാണ്. ഇപ്പോൾ ഡിസ്കൗണ്ട്, ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റുള്ള എല്ലാത്തിനും ഇപ്പോൾ ഡിസ്കൗണ്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതേ ഒരു ഡിസ്കൗണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ബിരിയാണിക്ക് ഇപ്പോൾ ഒരു 150 രൂപയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു സ്ഥലത്ത് അതിൻ്റെ നേർപകുതിക്കൊക്കെ കൊടുക്കുന്നു. സത്യത്തിൽ ഇത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നതിനോട് സാർ യോജിക്കുന്നുണ്ടോ? ഈ മറ്റു പ്രോഡക്ട്സ് കമ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് ഫുഡ് കമ്പയർ ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഗാർമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് 100 rupees ആയിരിക്കും, 500-ന് വിൽക്കും. അപ്പം 400 രൂപ വരെ ഡിസ്കൗണ്ട് കൊടുത്താൽ അവർക്ക് നഷ്ടമൊന്നും വരില്ല. പക്ഷേ ഒരു ഫുഡൊക്കെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 120 rupees-ന് സെല്ല് ചെയ്യുന്നതിൽ ഒരു 10 രൂപ കിട്ടത്തുള്ളൂ. മാക്സിമം 10 രൂപ അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു 10 രൂപയെങ്കിലും ആ 120 രൂപയുടെ ഇതിൽ ലാഭം വേണ്ടേ? ഇതൊന്ന്. രണ്ടാമത്, നമ്മൾ
ഈ ലാസ്റ്റത്തെ ഒരു 10 വർഷം, അതിന് മുമ്പത്തെ 10 വർഷം അങ്ങനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ സെയിം ഫുഡ് ഈ 120 രൂപയ്ക്ക് ഇന്ന് 10 രൂപയായിരുന്നെങ്കിൽ 10 വർഷം മുമ്പ് അതിൽ 20 രൂപ ആയിരിക്കും മാർജിൻ കിട്ടിക്കൊണ്ടത്. അതിന് മുമ്പ് 30 രൂപയായിരിക്കും. ഈ മാർജിൻ കുറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്മോഡിറ്റീസിൻ്റെ വില കൂടുകയും എന്നാൽ അതിനനുസരിച്ച് നമുക്ക് മെനു പ്രൈസ് കയറ്റാൻ പറ്റില്ല. ഒരു പെർസീവ്ഡ് വാല്യൂ ഉണ്ട് ഓരോ. ഇപ്പോൾ ഒരു ബിരിയാണിക്കാണെങ്കിൽ ഒരു ഇത്ര രൂപയെ ആൾക്കാർ പേ ചെയ്യത്തുള്ളൂ, പൊറോട്ടയ്ക്കാണെങ്കിൽ ഇത്രേ പേ ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഈ മാർജിൻ വേറെ ഉൽപ്പന്നങ്ങളെ കമ്പയർ ചെയ്യുമ്പം ഈ റെസ്റ്റോറൻറ്റ്സിൽ ഫുഡ് കൊടുക്കുന്നതിൻ്റെ മാർജിൻസ് കുറഞ്ഞു വന്നത്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഒരു മണ്ടത്തരമാണ്. ഡിസ്കൗണ്ട് കൊടുക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങി അവരുടെ ഒരു ഫുഡ് ആൾക്കാർക്ക് വലിയ പരിചയമില്ലാത്ത ഫുഡാണ്, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒരു സംഭവം, അത് ആൾക്കാരെ ഒന്ന് രുചിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് ലാഭം അതും കട്ട് ചെയ്ത് ഇവരുടെ മുതലിൽ നിന്നും കട്ട് ചെയ്ത് നഷ്ടത്തിൽ വേണേൽ അവരെ ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യാം. അതൊരു ആ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നത് അതിൽ സെയിൽസ് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഒരാളെ അത് ടേസ്റ്റ് ചെയ്യിപ്പിക്കുക, ഇതിൻ്റെ ഗുണം മനസ്സിലാക്കിപ്പിക്കുക, അങ്ങനെ റിപ്പീറ്റഡ് ആക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഡിസ്കൗണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ സാർ, ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന് സാർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് സമയപരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് പല കാര്യങ്ങളും ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിലും കൂടുതൽ കാര്യങ്ങളും ഇൻഫോർമേഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഈ മാർക്കറ്റിംഗ് എത്ര നാൾ വേണം? മാർക്കറ്റിംഗ് നമുക്ക് എപ്പോഴെങ്കിലും നിർത്താൻ പറ്റുമോ? കൊല്ലമാണെങ്കിൽ കൊല്ലത്തെ എവിടെ നല്ല മട്ടനൊക്കെ കിട്ടുന്നത്? പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പം ഈ പ്രൊഫഷനെ ആൾക്കാർ കാണും. എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബിസിനസ്സോ കാര്യങ്ങളോ വരണമെന്നില്ല.